നമസ്കാരം. സുരേഷ് ഗോപി അടക്കം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലുമൊക്കെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് ക്ലച്ച് പിടിക്കാതെ പോയവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നേ സംഖ്യയാണെന്ന പൊള്ളത്തരത്തിൽ 14 കുറിയും കയ്യിൽ 40 ചരടും കെട്ടി നടക്കുന്നു. എന്നാൽ ഇവനൊന്നും ഇതൊന്നും ചിന്തിക്കാത്ത കാലത്ത്, BJP ജന്മം കൊള്ളാത്ത കാലത്ത് RSSലും ജനസംഘത്തിലും പ്രവർത്തിച്ചു പോകുന്ന ആളാണ് സിനിമാ നിർമ്മാതാവായ G. സുരേഷ് കുമാർ, നമ്മുടെ മേനകയുടെ ഭർത്താവ്. ഈ പറഞ്ഞ ചിഹ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കറകളഞ്ഞ RSS BJPക്കാരനായി ഇപ്പോഴും ജീവിക്കുന്നു തലസ്ഥാനത്ത്. അന്നും ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ് G. സുരേഷ് കുമാർ എന്നുള്ള സുരേഷ് ഏട്ടൻ. അദ്ദേഹത്തിനും ഞാൻ ശത്രുവല്ല. മിനിഞ്ഞാന്ന് രാത്രി ട്രിവാൻഡ്രം ക്ലബ്ബിലെ രഞ്ജിത്തും രാകേഷും ഒക്കെയായി അദ്ദേഹം ഇരിക്കുമ്പോൾ ഞാൻ വിളിച്ചു ഒരു കാര്യം പറയാൻ. നീ ഇങ്ങോട്ട് വാ, സംസാരിക്കാമെന്നാണ് സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഇപ്പം ജനം ടി വിയുടെ തലവനാണല്ലോ. ഈ എന്നെ തെറി വിളിക്കാനായിട്ട് പ്രോഗ്രാം ചെയ്തവൻ എവിടെയെങ്കിലും വെച്ച് സുരേഷ് ഏട്ടനെ അല്ലെങ്കിൽ നാളെ സുരേഷ് ഏട്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കൂ, ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് ചോദിക്കും. എന്നെ പറഞ്ഞു നീ ട്രിവാൻഡ്രം ക്ലബ്ബിലേക്ക് വാ. ഞാൻ പറഞ്ഞു രാത്രിയായില്ലേ. രാത്രി എന്തോ രാത്രി, നീ കൊച്ചുപിള്ളേ ഇങ്ങോട്ട് വാ. അത്രയും അടുപ്പം, എഴയെടുപ്പമുള്ള ആളാണ് ഞാൻ. വ്യക്തിത്വമുള്ളവരുമായി മാത്രമേ ഞാൻ സഹകരിക്കൂ. അല്ലാത്തവരെ ഒരു വെളിപ്പാടകലെ കൊച്ചു പ്രായത്തിലേ ഞാൻ മാറ്റി നിർത്തുമായിരുന്നു ആരായാലും. പറഞ്ഞു വന്നത്, ഈ സംഗി ചാനൽ അവതാരകൻ പറയുന്നത് കേട്ടാൽ ഞാൻ സുരേഷ് ഗോപിയെ ഇകഴ്ത്താൻ മാത്രം നടക്കുന്നവനാണെന്ന് തോന്നുന്നു. ഒരാളെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ നന്നായി പഠിക്കണം. അല്ലെങ്കിൽ ഈ വർത്തമാനം പറയുന്നവൻ പരിഹാസ്യനായി പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രചാരമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ എനിക്കുള്ളത് പറയാൻ. അദ്ദേഹം പറയുന്നത് എന്നെപ്പറ്റി പൊക്കി അടിക്കുകയാണ്. ആദ്യം പ്രചാരമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ചലച്ചിത്ര സംബന്ധിയായ വിവരങ്ങളും കൊച്ചു നുറുങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതും ഈ അവതാരകന്, എന്നെ തെറി വിളിക്കുന്ന അവതാരകന് ഇഷ്ടമാണ്. ഫെഫ്കയിലും മാക്ടിയിലുമൊക്കെ പ്രവർത്തിച്ചതും അദ്ദേഹം ഓർക്കുന്നു. കക്ഷി സ്ഥിരം പ്രേക്ഷകനായിരുന്നു എൻ്റെ. ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയം പൊന്തി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു പരിചയവുമില്ലാത്ത, ഒരു വീക്ഷണവുമില്ലാതെ ഒരു അന്തം കമ്പി നിലവാരത്തിൽ അദ്ദേഹം കൂപ്പുകുത്തുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. പറയുന്ന ആരെന്നറിയോ? തീവ്ര ഹിന്ദുത്വ ചാനലിലെ തീവ്ര വർഗീയവാദിയായ അവതാരകനാണ് എനിക്ക് മാർക്കിടുന്നത്. എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ വീക്ഷണകോണുണ്ട് സ്നേഹിത. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കാത്ത, സഹജീവിയെ സഹാനുഭൂതിയോടെ കാണുന്ന, ചോര കണ്ടാൽ ബോധക്ഷയം വരുന്ന, ഗർഭിണിയുടെ വയറ്റത്ത് ശൂലം കുത്താത്ത, അവളെ അമ്മയായും സഹോദരിയായും കാണുന്ന, സ്നേഹം നമുക്ക് മാത്രമുണ്ട് എന്ന് ധരിക്കുകയും നമ്മൾ ഭരിക്കുമ്പോൾ മാത്രം എടുത്തണിയുന്ന രാജ്യ സ്നേഹമല്ല എനിക്കുള്ളത്. രാജ്യം എല്ലാ നിലയിലും കൂപ്പുകുത്തുമ്പോൾ മാത്രം അതിർത്തിയിൽ എതിരാളികൾ തലപൊന്താത്ത, ഒരു രാജ്യത്തെ ഒന്നായി കാണണം എന്നാഗ്രഹിക്കുന്ന വിശാലമായ രാഷ്ട്രീയ വീക്ഷണകോൺ എനിക്കുണ്ട്. അത് കേന്ദ്രം ഭരിക്കാൻ ഒരു പാർട്ടി വരുമ്പോഴല്ല, അറിവ് വെച്ച കാലം മുതലേ ഞാൻ അത്തരക്കാരനായിരുന്നു. ഞാനതിനെ ഭാരതാംബയായി ശിവകാശി കലണ്ടറിൽ ആരോ വരച്ച പെണ്ണുമ്പിള്ളയെ നോക്കിയോ 3 പീറ തുണികൾ കിട്ടിയതിനെ ദേശീയ പതാകയായി കണക്കാക്കില്ല എന്ന് പറയാനോ, കേന്ദ്രം നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോൾ മാത്രം ദേശീയ പറയുന്നവന്മാരുടേതുപോലെ അല്ല എൻ്റെ വീക്ഷണക്കോൺ. ഇവിടെ ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞായിരുന്നൂടെ, 3 പീറ തുണിയെടുത്ത് കെട്ടിയതാണ് ദേശീയ പതാക എന്ന് പറയുന്നത്. അതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞല്ല. അപ്പോൾ അതുപോലെ തന്നെ ഭാരതാംബ എന്നോട് 6 ഏക്കർ അടക്കം കണ്ടില്ലേ? ഈ ശിവാശിയിലുള്ള ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു പെണ്ണുമ്പിള്ളേരെ പടം എടുത്ത് വെച്ചുകൊണ്ട് പറയുകയാണ് ഇതാണെന്ന് ഭാരതാംബ. ആ വീക്ഷണകോണമൊന്നുമല്ല എനിക്കുള്ളത്. ഞാൻ എൻ്റെ പെറ്റമ്മയെ ബഹുമാനിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ രാജ്യത്തെയും ബഹുമാനിക്കുന്നത്. അതാണ് എൻ്റെ വീക്ഷണകോൺ. ഞാൻ രാഷ്ട്രീയം എൻ്റെ ചാനലിൽ പറയാറില്ല. പറയേണ്ടി വരുന്നത് സിനിമാക്കാരായ ചാണകത്തലയന്മാർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ മാത്രമാണ് ഞാൻ രാഷ്ട്രീയം പറയാറ്. ജാനകി എന്നൊരു കഥാപാത്രത്തിൻ്റെ പേരിട്ടാൽ ലോകം ഇടിഞ്ഞു വീഴുമെന്ന് കരുതുന്ന, ധ്വജം എന്ന് പറഞ്ഞാൽ, സംഘം കാവലുണ്ട് എന്ന് പറഞ്ഞാൽ, സംഘികൾ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ, കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾ സെൻസർ ചെയ്യണമെങ്കിൽ
ബീഫ് കഴിക്കുന്നത് കാണാതിരിക്കണമെന്ന് വാശി പിടിക്കുന്ന സെൻസർ ബോർഡ് എന്ന സ്ഥാപനത്തെ സ്വന്തം കാര്യലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ പറയുമ്പോൾ ഈ പ്രിയ സുഹൃത്തിന് അത് ദഹിക്കാത്തതിൽ ആകണം എന്നെ അന്തം കമ്മി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒട്ടും യോജിക്കാത്ത പേരാണ് അന്തം കമ്മി. കാരണം ഞാൻ അന്തം കമ്മിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിണറായി വിമർശിക്കുമോ, AK ബാലനെ വിമർശിക്കുമോ, സജി ചെറിയാനെ വിമർശിക്കുമോ? ഞാൻ അന്തം കമ്മി അല്ലാന്ന് എനിക്ക് നല്ല അഭിമാനത്തോടെ പറയാൻ കഴിയും. പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയെയും സഖാക്കളെയും ഞാൻ വിമർശിക്കുന്നത്ര മൂർച്ച ഈ പറയുന്ന ചാണകം തലയിൽ നിറഞ്ഞവർക്ക് പോലുമില്ല. അതാണ് സത്യം. നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്രേ ഞാനൊരു നല്ല കമ്മ്യൂണിസ്റ്റാണെന്ന്. നെഞ്ചിൽ കൈവച്ച് പറയുകയാണ് അവതാരക, ഞാനൊരു നല്ല കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, പഴയകാല നല്ല സംഘം പ്രവർത്തകരെക്കാൾ നല്ലൊരു പ്രവർത്തകനായും നിനക്കെന്നെ കാണാം. അഭിമാനത്തോടെ പറയുകയാണ്. പഴയകാല സംഘം പ്രവർത്തകർ അല്ല, ഇപ്പോഴത്തെ അല്ല, വെള്ളം അടിച്ച് പെണ്ണും പിടിച്ച് നടക്കണവന്മാരെ അല്ല, പഴയകാല സംഘം പ്രവർത്തകരെ പോലെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അഭിമാനത്തോടെ പറയുന്നു. ഞാൻ പെണ്ണ് പിടിക്കില്ല, മദ്യപിക്കില്ല, പുകവലിക്കില്ല, നോൺ കഴിക്കില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ്ടാ. എന്നെ ഒന്നും വിലയിരുത്താൻ നീ ആയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കമ്മ്യൂണിസം വിശാലമാണ്. തരം കണ്ട പോലെ കളിക്കുന്ന ഇന്നത്തെ സംഘക്കാരനുമല്ല ഞാൻ. ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് അല്ല ഞാൻ. ഒരു നല്ല സംഘം പ്രവർത്തനം വേണ്ട ക്വാളിറ്റി ഇല്ലാത്തവനാണ് ഞാനെങ്കിൽ അത് വിശദമാക്ക്. എനിക്ക് എന്തൊക്കെയാണ് കുറവെന്ന് പറ. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയനല്ല ഞാനെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അത് വേണമെങ്കിൽ പറഞ്ഞു. എനിക്കിഷ്ടമില്ലാത്തവരെ വൈര നിര്യാതന ബുദ്ധിയോടെ ഞാൻ വിമർശിക്കുമത്രേ. അതിനെ ഉദാഹരണമായിട്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാട്ടുന്നു. അമ്മയുടെ ഇഷ്യൂവിലായാലും പത്തനാപുരം ഗാന്ധി ഭവനിലെ ഒരു പെൺകുട്ടി കൊടുത്ത ഒരു പേരത്തെ, മോളെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാനിത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ നടും എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഡൽഹി കൊണ്ടുചെന്ന് നട്ടതടക്കം സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളെ പരസ്യമായി പിന്തുണച്ച് പ്രോഗ്രാം ചെയ്ത ആളാണോ ഞാൻ? ആദ്യം നീ അത് മനസ്സിലാക്ക്. അല്ലാതെ വല്ലയിടത്തുനിന്നും വല്ലതും നക്കുന്നുണിയൊക്കെ നോക്കിയിട്ട് എന്നെപ്പറ്റി അപവാദം പറയല്ല ചെയ്യാൻ. നല്ലത് ആര് ചെയ്താലും നല്ലത് തന്നെ പറയും. അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് 1 രൂപ കൈനീട്ടം കൊടുത്തിട്ട് അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് പുറത്തു വിട്ടാൽ അത് ചെറ്റത്തരണമാണെന്നും ഞാൻ പറയാം. അങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലതും പറഞ്ഞിട്ടുണ്ട്, ചീത്തയും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. പൂരം വെടിക്കെട്ട് അലങ്കോലമാക്കി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് പിടിക്കാൻ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിട്ട് ഞാൻ നടന്നു വന്നതാണെന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ അതിനെ പരിഹസിക്കും. അത് സുരേഷ് ഗോപി എന്നല്ല, നാളെ പിണറായി ആയാലും ഞാൻ വിമർശിക്കും. എറണാകുളം മെട്രോ ട്രെയിൻ വേണ്ടി വന്നാൽ കോയമ്പത്തൂർ വരെ നീട്ടുമെന്ന പൊട്ടത്തരം പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചിരിക്കും. ഒരമ്മ കൈ കൊടുത്താൽ, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ ക്ലീൻ ചെയ്താൽ, 35 വയസ്സ് കഴിഞ്ഞ പെൺപിള്ളേരെ കെട്ടിപ്പിടിച്ച് ആ മണം നുകരണം എന്ന് പറഞ്ഞാൽ അടിച്ച് പല്ല പറിക്കണമെന്ന് തന്നെ ഞാൻ ഇനിയും പറയും. അത് എനിക്ക് സ്വബുദ്ധിയുള്ളതുകൊണ്ടാണ്. ആലോചിച്ചു, ഒരമ്മ കൈ കൊടുത്താൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ഇങ്ങനെ കാണിക്കുന്നു. കൂടെ നടക്കുന്ന ഏതോ ഒരുത്തൻ സാനിറ്റൈസർ കൊണ്ടെന്ന് അടിച്ചു കൊടുക്കുന്നു, തുടയ്ക്കുന്നു. ഒരമ്മ കൈ കൊടുത്തതിനാണ്. അതുപോലെ 30-35 വയസ്സ് കഴിഞ്ഞാൽ ആ പെൺപിള്ളേരെ മണം മുഴുവൻ വലിച്ചെടുക്കണം എനിക്ക് എന്നൊക്കെ ഒരു അശ്ലീല ആക്ഷനിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി അദ്ദേഹത്തോട്. അതിന് ദൈവം തമ്പുരാനായാലും ഞാൻ പറയും. എയിംസ് ആലപ്പുഴയിൽ വന്നില്ലെങ്കിൽ മദ്രാസിലെ സ്റ്റാലിനെ വിളിച്ചിട്ട് കമ്പന്തേനി ഭാഗത്തേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജനിച്ച നാടിനോട് കൂറുള്ള ഒരാളാണെങ്കിൽ ഇയാളെ വിമർശിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. രാത്രി 12 മണിക്ക് ശേഷം അച്ഛൻ മന്ത്രിയാണെന്ന ഹുങ്കിൽ മകൻ കാറെടുത്ത് പോയി റോഡിൽ തടസ്സം സൃഷ്ടിച്ചാൽ, കാറ് മാറ്റാൻ പറയുന്നതിനെ പുടലിക്ക് മെക്കിട്ട് കയറിയാൽ, നാണം കെട്ട പണിയാണെങ്കിലും സിനിമാക്കാരെ കാണാൻ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, വിവാഹ സദ്യ വിളമ്പുന്നിടത്ത് ആരെങ്കിലും കയറിയാൽ അടിച്ചു പുറത്താക്കുമെന്ന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു സിനിമാ നടൻ്റെ മകൻ പരസ്യമായി പറഞ്ഞാൽ അതും ഞാൻ വിമർശിക്കും. അതിലപ്പുറം എന്താണ് സുരേഷ് ഗോപി എന്ന ഈ അവതാരകൻ 3 വെള്ളിയാഴ്ചയായിട്ടുള്ളൂ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട്. സുരേഷ് ഗോപിയെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ദിനേശ്. 10-35 വർഷമായിട്ട് ഭംഗിയായിട്ട് അറിയാവുന്ന നല്ല സഹകരണമായിരുന്നു ഞങ്ങളെമ്മിൽ. ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും വെച്ച് ഒരു കല്യാണത്തിനോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ അദ്ദേഹത്തെ കാണാതെ പോവുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ചാടി കയ്യൊക്കെ ഏർപ്പിടിച്ചിട്ട് വഴക്കാളി ഇവിടെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന ആളാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയെന്നല്ലേ. ഇപ്പോൾ ആചാര്യൻ്റെ സെറ്റിൽ ഞാനും അദ്ദേഹം കൂടെ വഴക്ക് കൂടിയത് കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ.
അവസാനം ഞാൻ ക്ലൈമാക്സ് എടുക്കുന്ന സീൻ എടുക്കുന്ന ദിവസം ദിനേശ് സെറ്റിലുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാൻ വരില്ല എന്ന് പറയുകയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണെങ്കിൽ ആ സെറ്റിൽ ഉണ്ടാകുമെന്ന് സംവിധായകൻ മരിച്ചുപോയ അശോകൻ പറയുകയും എൻ്റെ ഭാഗ്യം കൊണ്ടോ സുരേഷ് ഏട്ടൻ്റെ ഭാഗ്യം കൊണ്ടോ എൻ്റെ കാലിലൊരു കരിങ്കല്ല് വീണ് സ്റ്റിച്ചിട്ട് ഏതാണ്ട് 2-3 മാസത്തോളം ഞാൻ കിടന്നു പോയതുകൊണ്ട് ആ ക്ലൈമാക്സ് എടുക്കുന്ന സീനിൽ വർക്ക് ചെയ്യാൻ ഞാൻ ചെല്ലാതിരിക്കുകയും സുരേഷ് ഏട്ടൻ വന്ന് വർക്ക് ചെയ്ത് പോവുകയും ചെയ്തു. എന്നൊരു അദ്ദേഹം എന്നോട് പകയൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ്റെ മകൻ്റെ കല്യാണം എവിടെ വെച്ച് ആ കഴക്കൂട്ടത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് കണ്ടപ്പോൾ എന്നെ കയറി ഇങ്ങനെ പിടിച്ചിട്ട് വഴക്കാളി ഇവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പ്രദീപ് മരിച്ചിടത്ത് വെച്ച് എൻ്റെ ഒരു വലിയ വിഷയമാണ് സംസാരിച്ചത്, 1/2 മണിക്കൂറോളം. ഞാൻ കേട്ടോണ്ട് നിന്നു. എനിക്ക് അദ്ദേഹത്തോട് ഒരു പകയുമില്ല. ഇയാൾ പറയുന്നത് സുരേഷ് ഗോപി മോളെ കല്യാണം വിളിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ദേഷ്യമൊന്നും. എന്നെ വിളിച്ചില്ല എന്നുള്ളത് സത്യമാണ്. കാരണം സിനിമാക്കാരിൽ ഒരുപാട് പേരെ വിളിക്കാൻ വേണ്ടി എന്നെ വിളിച്ചാണ് അഡ്രസ്സും ഫോൺ നമ്പരും കുറ്റപത്രത്തിൻ്റെ സംവിധായകൻ ആർ ചന്ദ്രു ചോദിച്ചത്. ചന്ദ്രു ഇദ്ദേഹത്തിൻ്റെ എർത്താറ്റാണ് ഇപ്പം നടക്കണേ. അപ്പോൾ ചന്ദ്രു വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശ്, ആ സുരേഷ് ഗോപിക്ക് വേണ്ടിയേ കല്യാണം വിളിക്കാനായിട്ട് എൻ്റെ തലയിൽ വെച്ചിരിക്കുക, എനിക്ക് കുറച്ച് പേരെ അഡ്രസ്സും ഫോൺ നമ്പരും വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ കേട്ടു. അപ്പോൾ ആ ലിസ്റ്റിൽ ദിനേശ് ഇല്ലേ എന്ന് കേട്ടു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ അയാളെ വെറുതെ ആവശ്യമില്ലാതെ അയാളുടെ പിണങ്ങി അയാൾ നിങ്ങളെ വിളിക്കില്ലായിരിക്കും കല്യാണം എന്ന് പറഞ്ഞ് ഈ വിളിച്ച കല്യാണത്തിന് പോകാൻ പറ്റില്ലെന്ന്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഒരുപാട് ഓർമ്മക്കുറവുണ്ട്. 2 മാസം മുമ്പൊക്കെ കയറി കല്യാണം വിളിക്കും. ഞാനതൊരു ഡയറി എടുത്ത് വയ്ക്കുകയോ കലണ്ടറിൽ അടയാളപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ പറയും വീട്ടിൽ വരണ്ട, വാട്സാപ്പിൽ ഇട്ട് തന്നാൽ മതി എന്ന് പറയും. വാട്സാപ്പിൽ കിടക്കും, ഞാൻ മറന്നു പോകും. നിങ്ങൾ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത കാലത്ത് ജഗദീഷ് കുമാറിനൊരു വലിയ സ്വീകരണം കൊടുത്തു. അൽസാജിലാണ് കഴക്കൂട്ടത്ത്. നമ്മുടെ ജഗദീഷ് കുമാറിൻ്റെ മകൻ എന്നെ വിളിച്ചു. രാജ്കുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അങ്ങളെ അച്ഛനെ ഒരു വലിയ സ്വീകരണമാണ്, അച്ഛനെ പറ്റി ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുള്ള ആളല്ലേ, അച്ഛനും വലിയ ഇഷ്ടമാണ്, വരണം. ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞു. ആ ക്ഷണക്കത്തൊക്കെ എനിക്ക് അയച്ചു തന്നു. എങ്ങനെയോ എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് അങ്ങ് പതിഞ്ഞു. ഞാൻ വൈകുന്നേരം കൃത്യമായിട്ട് 4 മണിയായപ്പോൾ വണ്ടി എടുത്ത് കഴക്കൂട്ടത്താണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കാണ്, പാലം വരുന്ന ഈ ഫ്ലൈ ഓവർ വരുന്ന കാരണം. മണിക്കൂർ ഉരുട്ടി അൽസായി ചെല്ലുമ്പോൾ ആ വാച്ചർക്ക് എന്നെ അറിയാം. എന്നെ കണ്ടോണ്ട് ചിരിച്ചോണ്ട് അടുത്ത് എന്ത് സാറേ എന്നിട്ട്. അപ്പോൾ അവിടെ ഏതൊക്കെ കല്യാണ പാർട്ടി നടക്കുന്നു, 2-3 ഓഡിറ്റോറിയം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ ആ ജഗതിയുടെ പ്രോഗ്രാമിന് വന്നതാണ്. ജഗതിയിൽ ഇന്നലെ ആയിരുന്നു സാറേ. ഞാനെൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. കഴക്കൂട്ടവരുമായിട്ട് തിരിച്ചു വന്നു. അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് പറ്റാറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുദ്ര പാപ്പച്ചൻ മരിച്ച ഒരു വാർത്ത നമ്മളിൽ പറഞ്ഞിരുന്നല്ലോ. പാപ്പച്ചൻ മരിച്ച് 41-ാം ദിവസം ആഘോഷിക്കുന്നു. അവർക്കൊരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ കല്ലറയിൽ. അപ്പോൾ ആലപ്പുഴയിൽ എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും എല്ലാം വന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കാർഡ് അയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ PMGയിലുള്ള പള്ളിയിലാണ്, ലൂർദ് പള്ളിയിലാണ്, വരണം. ഞാൻ പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ സിന്ധുവും കൂടി കൃത്യം ശനിയാഴ്ച ലൂർദ് പള്ളിയിൽ ചെന്നു. കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്ന് നിന്നിട്ട് ആളും വെള്ളമൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ആ മോനെ വിളിച്ചു, റോഷനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്കിളെ ചടങ്ങ് അടുത്ത ശനിയാഴ്ചയാണ്. ഞാൻ ഒരാഴ്ച മുമ്പേ ചെന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ മോനെ, എന്ന് കരുതി വരാതിരിക്കരുത്. ഞാൻ മെനങ്ങാന്ന് ശനിയാഴ്ച ഞാൻ സിന്ധു കൂടെ പോയി അവിടെ ആ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഓർമ്മക്കുറവുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റാതെ പോകുന്നുണ്ട്. കഴിയുന്നത്ര മരണവും വിവാഹവും ഒന്നും ഞാൻ മുടക്കില്ല, പോവും. നമ്മളെ സ്നേഹിച്ച് വിളിക്കുന്നതല്ലേ. പക്ഷേ സുരേഷ് ഗോപി എന്നെ കല്യാണം വിളിക്കാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പകയാണ്. എനിക്ക് അദ്ദേഹത്തോട് പകയില്ലെന്നേ. ഈ മനുഷ്യൻ ഇങ്ങനെ മാറുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ച ആളല്ല ഞാൻ. VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ തൂങ്ങി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ച സുരേഷ് ഗോപി. അച്യുതാനന്ദനെ പാർട്ടി ഒതുക്കുകയാണല്ലോ ദിനേശ്, എനിക്ക് നിന്നെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര സങ്കടമുണ്ടെന്ന് പറഞ്ഞ് മണിക്കൂർ കണക്ക് ഞങ്ങൾ പലയിടത്തു നിന്ന് പല സമയം സംസാരിക്കുകയും ഫോണിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. കരുണാകരൻ്റെ സപ്തതിക്ക് ഫുഡ് വിളമ്പാൻ നേതൃത്വം കൊടുത്ത ആളാണ് സുരേഷ് ഗോപി. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആകുമ്പോഴൊന്നും അദ്ദേഹത്തിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ് പോയ പാർട്ടിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി. അതാണ് പ്രശ്നം. അദ്ദേഹം എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അറിയില്ല. അതിലപ്പുറം എന്താണ് സുരേഷ് ഗോപി എന്ന് ഈ അവതാരകൻ 3 വെള്ളിയാഴ്ച ആവുള്ളൂ സുരേഷ് ഗോപിയെ കണ്ടിട്ട്. നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 35 വർഷത്തെ നല്ല ബന്ധമുള്ള ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത്, പഴക്കിടുന്നത്, പിണങ്ങുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. താങ്കളെപ്പോലൊരു ആളായിരുന്നു ഞാനെങ്കിൽ സുരേഷ് ഏട്ടനെ സുഖിപ്പിച്ച് നിന്ന് എൻ്റെ പണിയില്ലാതെ MBA കഴിഞ്ഞിട്ട് പണിയില്ലാതെ ഇപ്പം നിൽക്കുന്ന
എൻ്റെ മോനൊരു ജോലിയെങ്കിലും ഞാൻ തരപ്പെടുത്തിയേനെ, തൻ്റെ സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇത് തന്ത വേറെയാണെന്ന് ഓർത്തോ.